മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ചെയ്യുന്ന കൃഷിപ്പണി എന്ന് പറയുമ്പോൾ ഇത് മധുരച്ചേമ്പ് അല്ലെങ്കിൽ ചക്കരച്ചേമ്പ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു ചേമ്പ് വർഗ്ഗ വിളയാണ്. ചേമ്പ് വർഗ്ഗം എന്ന് വെച്ചാൽ കിഴങ്ങ് വർഗ്ഗ വിളയാണ്. നമുക്കറിയാം പല തരത്തിലുള്ള ചേമ്പുകൾ നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. ചെറുചേമ്പ്, താമരക്കണ്ണൻ ചേമ്പ്, അതുപോലെ തന്നെ ചീമച്ചേമ്പ്, പിന്നെ കൂണിൻ്റെ രുചിയുള്ള ഒരു തരം ചേമ്പുണ്ട്. അത് ഇലയും ആണ് അത് തോരൻ വെക്കുന്നത്, ഇലയും തണ്ടും ഒക്കെയാണ്, അതിന് വിത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ചേമ്പുകളുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ ഒരു ചെടിയാണെന്നാണ് നമുക്ക് തോന്നിക്കുന്നത്. ഒരു ചെടിയുടെ കൂട്ടാണ് ഇത്. ഒരു വർഷത്തിൽ 2 തവണ നമുക്ക് കൃഷി ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇത് നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുണമേന്മയിലും അതുപോലെ തന്നെ സ്വാദിലും വളരെ പ്രധാനപ്പെട്ട വളരെയധികം ഗുണങ്ങളുള്ള ഒരു ചെടിയാണ്, അല്ലെങ്കിൽ ഒരു കിഴങ്ങ് വർഗ്ഗ വിളയാണ് ഈ ചക്കരച്ചേമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ജലസേന സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും നമുക്കിത് കൃഷി ചെയ്തെടുക്കാം എന്നുള്ളതാണ് സത്യം. സുഹൃത്തുക്കളെ, ഞാൻ മിക്കവാറുള്ള എല്ലാ ചേമ്പിനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കൂണിൻ്റെ രുചിയുള്ള ആ ഒരു ചേമ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിന് ചീരച്ചേമ്പെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ചീരച്ചേമ്പ് വളരെ സ്വാദിഷ്ടമാണ്. ചീരച്ചേമ്പ് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ചക്കരച്ചേമ്പ് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കൊച്ചിയേമ്പുണ്ട്. അതുപോലെ താമരക്കണ്ണൻ ചേമ്പ് 2 ഇനം എനിക്കുണ്ട്. നീല തണ്ടുള്ളതും അതുപോലെ തന്നെ പച്ച തണ്ടുള്ളതും വളരെ സ്വാദിഷ്ടമാണ്. അപ്പം അതുപോലെ തന്നെ ഈ താമരക്കണ്ണൻ്റെ വലിയ താമരക്കണ്ണൻ എന്ന് പറയുന്ന ഒരു ചേമ്പുണ്ട്. അത് കൊട്ടച്ചേമ്പെന്ന് അറിയപ്പെടുന്നത്. അത് എവിടെ നമ്മൾ കുഴിച്ചു വെച്ചാലും ഒരു കൊട്ട ചേമ്പിന് വിത്ത് അതിനകത്ത് കിട്ടും. വളരെ സ്വാദിഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ചേമ്പിനങ്ങളും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചേമ്പ് ഇനങ്ങളെന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലങ്ങളിൽ, മുൻകാലങ്ങളിൽ വളരെ ദാരിദ്ര്യം ഒക്കെയുള്ള ഒരു പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെ ഈ കിഴങ്ങ് വർഗ്ഗ വിളകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. കാരണം എന്ന് വെച്ചാൽ വളരെ സ്വാദിഷ്ടമായ പുഴുക്ക് ഉണ്ടാക്കാനാണ് അന്ന് അത് ഉപയോഗിച്ചിരുന്നത്. പുഴുക്കെന്ന് പറയുമ്പോൾ കഞ്ഞി, രാവിലത്തെ പ്രധാനപ്പെട്ട ഭക്ഷണം പുഴുക്കും കഞ്ഞിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്വാദ്, പുഴുക്കും കഞ്ഞിയും എന്ന കാന്താരി മുളക്, വെളുത്തുള്ളിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ആ ഒരു ചമ്മന്തിയായി കൂട്ടി ഈ പുഴുക്കും കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വാദും അതിൻ്റെ ഗുണവും വളരെ വലുതാണ്. അത് കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഗുണമറിയത്തുള്ളൂ. ഇപ്പം നമ്മൾ ഈ കഴിക്കുന്ന ബേക്കറി സാധനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ഇറച്ചിക്കറിയും പൊറോട്ടയൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലൊക്കെ നമുക്ക് ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ്. ഈ പൊറോട്ടയും ഇറച്ചിക്കറിയൊക്കെ ഒന്നിച്ചാൽ കഴിക്കുന്നത് അത് വളരെയധികം ദോഷങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഇതേപോലെയുള്ള കിഴങ്ങ് വർഗ്ഗ വിളകളൊക്കെ നമ്മൾ പരിചരിക്കുകയാണെങ്കിൽ ഇപ്പം വസ്തുക്കളുടെ വിസ്തൃതിയൊക്കെ കുറഞ്ഞു വരുക നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് നമുക്ക് വേണമെങ്കിൽ ചാക്കിനകത്ത് കൃഷി ചെയ്യാൻ സാധിക്കും. ചാക്കിൽ കുറച്ച് മണ്ണ് വാരിയിട്ട് കൃഷി ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വളമെന്ന് പറയുമ്പോൾ സാധാ വളങ്ങൾ ചെയ്താൽ മതി. ഇത് ഞാൻ നട്ട് പിടിപ്പിച്ച സമയത്ത് ഞാൻ കുറച്ച് എല്ലുപൊടിയും അതുപോലെ തന്നെ ചാരവും ഒക്കെയാണ് ഇട്ടത്. അതിനുശേഷം ഞാൻ ഒരു വളം ഇടാൻ പോവുക. ഒരു 2-3 മാസത്തോടെ കഴിയുന്നത് ഇതിന് വിളവെടുക്കാറാവും. ഇതിൻ്റെ വിളവെടുപ്പെന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ എല്ലാ ചേമ്പിൻ്റെയും കൂട്ട് തന്നെയാണ്. ഇതും തണ്ടൊക്കെ അങ്ങ് പട്ടുപോകും, എന്ന് വെച്ചാൽ കരിഞ്ഞ് ഉണങ്ങി തറയിലോട്ട് വീഴും. ഈ സമയമാണ് ഇത് മൂപ്പെത്തുന്നത്. ആ സമയത്ത് നമുക്കിത് കിളച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നടിൽ വസ്തു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കിഴങ്ങ് തന്നെയാണ്. കിഴങ്ങ് നടിൽ വസ്തുവാണ്. അപ്പം അതുപോലെ തന്നെ ഇത് ചിലപ്പോൾ ഇത് പൂക്കാനുള്ള സാധ്യത, നല്ല മനോഹരമായ പൂക്കളുണ്ടാവും. ഇതൊരു ചെടിയുടെ കൂട്ടണ്ടിരിക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ മധുരച്ചേമ്പ് നമ്മൾ നട്ടുപിടിപ്പിക്കണം. ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ധാരാളം നാരുകൾ. നമുക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണപ്രദമായ ഒരു സംഗതിയാണ് ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ. ധാരാളം നാരുകൾ അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വയറ് ശുദ്ധീകരിക്കാൻ, ഉദരശുദ്ധിക്ക്, ഉദര സംബന്ധമായ രോഗങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഈ പറയുന്ന ചക്കരച്ചേമ്പ് നമുക്ക് ഉത്തമമാണ്. അതുപോലെ വളരെ സ്വാദിഷ്ടമാണ്. പ്രധാനമായിട്ടും ഇത് നമുക്ക് പുഴുക്കായിട്ട് കഴിക്കാം. അതുകൂടാതെ നല്ല തീക്കണലിലിട്ട് ചുട്ട് നമുക്ക് കഴിക്കാം. നല്ല സ്വാദാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പ് ഞാൻ അറിയിക്കാം. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യമുള്ളത്, ഈ കാട്ടുപന്നിയുടെ ശല്യം ധാരാളം ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ, ഇപ്പോൾ എല്ലായിടവും കാട്ടുപന്നിയായി, പലരും ധാരാളം വസ്തുക്കളൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ കൃഷി ഇറക്കാൻ വയ്യാതെ, പന്നിയുടെയൊക്കെ ശല്യം കൊണ്ട് കൃഷി ഇറക്കാൻ വയ്യാതെ ഈ വസ്തുക്കളൊക്കെ കാട് കയറി കിടക്കുക.
അവിടെ എല്ലാം ഈ പന്നികൾ വന്ന് പെറ്റി വരികയും വലിയ നാശങ്ങൾ ഉണ്ടാക്കുവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ഒന്ന് നട്ട് വളർത്തണം. കിഴങ്ങ് വർഗ്ഗ വിളകൾ നട്ട് വളർത്തണമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ തെറ്റിക്കൊടിവേലി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമുണ്ട്. ഇതുകൂടി ഇതിനോടൊപ്പം നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഈ പന്നികൾ വരത്തില്ല. കാരണം ഇത് മാന്തി തിന്നുന്നുണ്ടേ ആ തെറ്റിക്കൊടിവേലിയുടെ കിഴങ്ങൂടെ ഇതിൻ്റെ വായിൽ പറ്റുന്നുണ്ടേ തെറ്റിക്കൊടിവേലിയുടെ കിഴങ്ങിന് ഈ പന്നിയുടെ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തെ പൊള്ളിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം വായൊക്കെ ഇതിൻ്റെ പൊള്ളി പഴുത്തു പോകും. അതുകൊണ്ട് ഇതുള്ള സ്ഥലത്ത് ഇത് വരത്തില്ല. അപ്പോൾ അതേ ഇപ്പം നമുക്ക് മാർഗ്ഗമുള്ളൂ. അല്ലാതെ വലിയ ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളൊക്കെ അത് വേലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭാരിച്ച ചിലവാണ്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മളെ കൊണ്ട് വല്ല ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക ചിലവുകളും ഒക്കെ ഉള്ള. അപ്പോൾ ഇതാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം 4 മൂട് ചേമ്പ്, 2 മൂട് ചേന, 4 മൂട് കപ്പ, ഇതൊക്കെ നടുന്നുണ്ടേ ആ ഇടയ്ക്ക് ഇടവിളയായിട്ട് ഈ ശുദ്ധിക്കുടികൾ നട്ട് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ ഈ വിളവെടുക്കുന്ന തന്നെ നമുക്ക് ശുദ്ധിക്കുടികളുടെ കൊടുത്ത് കിളച്ചെടുത്ത് അതുകൂടി നമുക്ക് വിറ്റ് കാശാക്കി എടുക്കാൻ സാധിക്കും. അങ്ങാടിക്കടകളിൽ മരുന്നായിട്ട് അത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിന് വളമിടുന്നതിന് മുമ്പായിട്ട് നോക്കിയിട്ട് ഞാൻ ചെറുതായിട്ട് ചുവടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ചുവടൊന്ന് ഇളക്കി. ഇനിയിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ കേട്ടോ, ഇത് ചാരമാണ്. 1 കപ്പ് ചാരം അഥവാ വെണ്ണീർ. ഇത് ചുറ്റും ഒന്ന് വിതറി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ്. അപ്പം ഇത് എല്ലുപൊടിയുടെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ വേരുകൾക്ക് വളരെ വേരോട്ടം വർദ്ധിപ്പിക്കാനാണ് നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത്. ഒറ്റയ്ക്ക് എല്ലുപൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിത് നട്ട സമയത്ത് പ്രധാനമായിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ധാരാളം തോല് ഇതിൻ്റെ ചുവട്ടിയിട്ട് മണ്ണിട്ട് കൊടുത്തായിരുന്നു. അതാണ് ഇത്ര വിസ്തൃതിയിൽ ഇത് വളർന്നു വന്നത്. അപ്പം നമ്മൾക്കിതിന് ഇനി ഈ വളത്തിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കാം. സുഹൃത്തുക്കളെ, ഇങ്ങനെ ലളിതമായി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഈ ചക്കരച്ചേമ്പ്. അപ്പം താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇതിൻ്റെ സ്വാദ് അനുഭവിച്ചറിയാൻ എല്ലാവരും ഒരു വീട്ടിൽ ഉള്ള സ്ഥലത്ത് ഒരു മുടങ്കിൽ നട്ട് വളർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ രസകരമായ ഒരു ചെടിയായിട്ട് നമുക്ക് കാണാം. ഒപ്പം ഇതിൻ്റെ ചേമ്പ് നമുക്ക് അനുഭവിക്കുകയും ചെയ്യാം. പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ ഉള്ള കാർഷിക അറിവുകൾ, കൃഷിയെ സംബന്ധിച്ച വിവരങ്ങൾ ഇതൊക്കെ അറിയാൻ, അതുപോലെ തന്നെ ഒരാൾക്ക് ഒറ്റയ്ക്ക്, അതായത് പരാജയം കൂടാതെ വലിയ ചിലവൊന്നുമില്ലാതെ മുതൽ മുടക്കൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളൊക്കെയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ആ അറിവുകൾ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകണമെന്നാണ് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. അപ്പം അങ്ങനെ നാളിതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിലും പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചീരച്ചേമ്പിനെ പറ്റി അല്ലെങ്കിൽ കൃഷിയെ പറ്റിയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ആ ചോദ്യങ്ങളാണെങ്കിൽ അത് ഉത്തരം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് വേണ്ട എല്ലാ പൂർണ്ണ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ സുഹൃത്തുക്കൾക്ക്, അഭ്യുതകാംക്ഷികൾക്ക്, ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.